നമുക്ക് ബീഫ് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ബീഫ് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി പേസ്റ്റാക്കിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ സൈഡിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീരകവും ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇത് ചതച്ചത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനത് ആദ്യം ഇടാൻ വിട്ടുപോയി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് കൊട്ടാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ടിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ബീഫ് മസാല.